ഇന്ദ്രൻ, DK ശശി, സഖാവാനാവൂർ എത്തിച്ചേർന്നിട്ടില്ല, പുത്തൻകട വിജയൻ, N രതീന്ദ്രൻ, അഡ്വക്കേറ്റ് S അജയകുമാർ, VS ഉദയൻ, SP നീരജ്, പ്രിയ കവി കൂടിയായ സഖാവ് വിനോദ് വൈശാഖി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, ഇന്നാട്ടിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ ആയിട്ടുള്ള ഈ ചെങ്കൊടി പാർട്ടി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും മഹിളകളുടെയും അവകാശ പോരാട്ടങ്ങൾക്ക് കരുത്തുപകരുന്ന, അഭയമേകുന്ന പ്രസ്ഥാനം. അതിൻ്റെ പല തലങ്ങളിലുള്ള, പല തട്ടുകളിലുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ വെച്ച് കുന്നത്തുകാലിനോട് തൊട്ട് അടുത്ത് കിടക്കുന്ന പാറശാല വെച്ച് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഈ മാസം 14 മുതൽ നടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പ്രദേശങ്ങളെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സംവാദങ്ങൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വരുന്നത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പാറശാലയിൽ നൂറുകണക്കിന് വനിതാ സഖാക്കൾ പങ്കെടുത്ത ഒരു ജനകീയ തിരുവാതിരക്കളിയിൽ പങ്കെടുത്തിട്ടാണ്. അവിടെ ഉണ്ടായിരുന്ന ചിലർ ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. സഖാ വിനോദ് വൈശാഖി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പറഞ്ഞു, നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ആവേശോജ്വലമായൊരു പോരാട്ടം പുന്നപ്രവയലാർ സമരം, ആ സമരത്തെ മുൻനിർത്തി ഒരു സവിശേഷമായ നാടകാവിഷ്കാരം, സവിശേഷമായ ആവിഷ്കാരം എന്ന് പറഞ്ഞത് വ്യത്യസ്ത കഥാപാത്രങ്ങൾ വേദിയിൽ വരുന്നുണ്ടെങ്കിലും ആ വ്യത്യസ്ത കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് ഒരാൾ തന്നെയാണ്. ഏകപാത്ര നാടകം എന്ന് പറയും. ഇത് രണ്ടും ഞാൻ സൂചിപ്പിച്ച് ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന മറ്റ് പരിപാടികളെക്കുറിച്ചുള്ളതിൻ്റെ പരാമർശം ഞാൻ ഇവിടെ ഒതുക്കി വെക്കുകയാണ്. അതല്ലെങ്കിൽ അത് തന്നെ കുറേ നേരം പറയേണ്ടി വരും, വിഷയത്തിലേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് CPIM-ൻ്റെ ജില്ലാ സമ്മേളനം, ഓരോ നിലവാരത്തിലുമുള്ള സമ്മേളനം, നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ പാർട്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ, എന്തെല്ലാം പോരാട്ടങ്ങൾ, എന്തെല്ലാം നയസമീപനങ്ങൾ ഇതൊക്കെ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചർച്ച, അതാണ് സമ്മേളനത്തിൻ്റെ മുഖ്യ അജണ്ടയെങ്കിലും ഈ നാട് ഒരു സാംസ്കാരിക ആഘോഷമായി പാർട്ടി സമ്മേളനങ്ങളെ മാറ്റിയിരിക്കുകയാണ്. സാംസ്കാരിക ആഘോഷം എന്നതോടൊപ്പം ഗൗരവപൂർണമായ സാംസ്കാരിക സംവാദങ്ങൾ, നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള സാധ്യമായത്ര സൂക്ഷ്മമായ പരിശോധനകൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. ഇന്നിവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പാക്കാൻ തുടങ്ങുന്ന നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ പദ്ധതി, അതിന് അവരിട്ടിരിക്കുന്ന പേര് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, പുതിയ വിദ്യാഭ്യാസ നയം എന്നാണ്. അതെന്തെങ്കിലും പുതിയതായി നാടിന് ഗുണകരമായി നമ്മുടെ
പഠിക്കാൻ പുറപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് ഉതകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് നമ്മൾ ചുരുക്കത്തിൽ പരിശോധിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ സാധാരണഗതിയിൽ പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ഈ പരിപാടി 1 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിച്ചിട്ട് മറ്റൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് ചില സമയ നിയന്ത്രണം ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദ്യം ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയാം. ഈ പുതിയ വിദ്യാഭ്യാസ നയം ഈ നാടിൻ്റെ നന്മയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ ഇത് തരക്കേടില്ലല്ലോ, ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ കൂടി വർണ്ണ വസ്ത്രം അണിയിക്കുന്നത് പോലെ ഈ നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിട്ടുള്ള വിദ്യാഭ്യാസ സമീപനത്തിൽ അത് ഡോക്ടർ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരിലാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം നമുക്കൊക്കെ ആദരവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നിർദ്ദേശിച്ച കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ആക്കിയാൽ എന്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ച് കൂട്ടിച്ചേർത്ത കാര്യങ്ങളുമുണ്ട്. എന്നിട്ട് ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് സഹായകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഈ അടുത്ത നാളുകളിൽ നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വന്ന ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദി കാർഷിക മേഖലയെ ബാധിക്കുന്ന 3 നിയമങ്ങൾ പാർലമെന്റിനെ കൊണ്ട് പാസ്സാക്കിച്ചു. പാർലമെന്റ് പാസ്സാക്കി എന്നല്ല ഞാൻ പറഞ്ഞത്, പാർലമെന്റിനെ കൊണ്ട് പാസ്സാക്കിച്ചു എന്നാണ്. അതിനൊരു അർത്ഥമുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കുറച്ച് ബലം പ്രയോഗിച്ചൊക്കെയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെതിരായി ഉത്തരേന്ത്യയിലെ കൃഷിക്കാർ സമരം ചെയ്ത് നമുക്കറിയാമല്ലോ. അറിഞ്ഞൂടെ? നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രതികരണം വേണം. കർഷകർ പ്രതിഷേധിച്ചു. കാലാവസ്ഥ, ഡൽഹിയുടെ കാലാവസ്ഥ ഇവിടുത്തെ പോലല്ല, കുന്നത്തുകാലിലെ പോലെയല്ല, കേരളത്തിലെ പോലെയല്ല. 3-4 മാസം ചുട്ടുപൊള്ളുന്ന ചൂടാണ്. 3 മാസത്തിൽ ചില്വാനം കൊടും തണുപ്പാണ്. ഇത് സഹിച്ച ഒരാളാണ് ഞാൻ. ശ്രീനിവാസൻ പറയുന്ന പോലെ ഞാൻ ഇത്ര വികൃതനായി പോയത് ഇതൊക്കെ സഹിച്ച് അവിടെ കുറേ കാലം ഡൽഹി കഴിയേണ്ടി വന്നുകൊണ്ടാണ്. കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്തിനാണ് ഈ അവിടെ കൊടും ചൂടും കൊടും തണുപ്പുമാണ് ഡൽഹിയിൽ കുറേ നാളുകളിൽ. ഇവിടെ DYFIയുടെയും SFIയുടെയും മഹിളാ അസോസിയേഷൻ്റെയൊക്കെ സമരത്തിന് ഡൽഹി പോയിട്ടുള്ളവരുണ്ട്. ചിലപ്പം ഡൽഹി കാലാവസ്ഥ കുറച്ച് മനസ്സിലാക്കിയവരായിരിക്കും. ഏതാണ്ട് 1 വർഷത്തോളം ആനാവൂരുവെത്തി ഏതാണ്ട് 1 വർഷത്തോളം പഞ്ചാബിലെയും ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും എല്ലാം കൃഷിക്കാർ 1 വർഷത്തോളം ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് വന്നു ചേരുന്ന റോഡുകൾ ഉപരോധിച്ചുകൊണ്ട് വാഹനങ്ങളൊക്കെ അവർ കടത്തിവിട്ടു. പക്ഷെ റോഡിന്റെ വക്കിൽ സമരപ്പന്തൽ നമുക്കറിയാം. സെക്രട്ടേറിയറ്റ് മുമ്പ് നമ്മളും കുടിലൊക്കെ കെട്ടി സമരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1 വർഷം സമരം ചെയ്യുക, മുഖ്യമായും ഡൽഹിയോട് തൊട്ടുകിടക്കുന്നിടത്ത് 5 സ്ഥലങ്ങളിൽ ഈ സമരം എവിടെ ചെന്നെത്തുമെന്ന് നമ്മുടെ സഖാക്കളൊക്കെ അതിൽ നന്നായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നേതൃത്വത്തിൻ്റെ നല്ലൊരു ഭാഗം വടക്കേ ഇന്ത്യയിലെ സ്വതന്ത്ര കർഷക പ്രസ്ഥാനമാണ്. നമ്മൾ സത്യം പറയുന്നവരാണ്. ഇപ്പൊ ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളാണ് ഇതെല്ലാം ചെയ്തത്, അങ്ങനെയാണോ? നമ്മളും ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നില്ലേ വിജു കൃഷ്ണനുമൊക്കെ?
തിരുവനന്തപുരത്ത്. എവിടെ വെച്ചായിരുന്നു? നെയ്യാറ്റിൻകര. വിജുകൃഷ്ണനോട് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ചാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് പോയത്. കരിവള്ളൂരിൽ ജനിച്ച് കർണാടകയിൽ പോയി പഠിച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പോയി റിസർച്ച് ചെയ്ത് PhD എടുത്ത് കർഷകരുടെ പ്രസ്ഥാനത്തിൽ ചേർന്നിട്ടൊരാളാണ് വിജുകൃഷ്ണൻ. കേരളത്തിലും ഇന്ത്യയിലും SFI പ്രവർത്തിച്ച കൃഷ്ണപ്രസാദ്, വയനാട്ടുകാരൻ. ബംഗാളിൽ നിന്നുള്ള ഹനൻ മുള്ള, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡോക്ടർ അശോക് ധവളെ. അവിടെ പണ്ട് SFIയുടെ പ്രവർത്തനവുമായിട്ട് മഹാരാഷ്ട്രയിൽ ഞാൻ പോകുമ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, SFI സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അശോക് ധവളെ. ഇപ്പം കിസാൻ സഭയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അങ്ങനെയാണ് കർഷക സമരം നമ്മുടെ കൂടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. അത് 1 വർഷം നീണ്ടുനിന്ന സമരത്തിലൂടെ വിജയിച്ചു. സാധാരണ ടേപ്പ് കൊണ്ടൊന്നും എൻ്റെ നെഞ്ചളവ് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഈ നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്നത്. സാധാരണ ടേപ്പ് കൊണ്ട് പിടിച്ചാൽ എത്തില്ല, അത്ര വലിയ നെഞ്ചാണ്. കർഷകരുടെ മുമ്പിൽ മുട്ടുകുത്തി അല്ലേ, തോറ്റു. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇവിടുത്തെ വിഷയം വിദ്യാഭ്യാസ നയം പുള്ളിക്കാരന് തെറ്റിപ്പോയോ? ഡൽഹിയിലെ ചൂടും തണുപ്പുമൊക്കെ സഹിച്ച് നടന്ന് ആള് വിരൂപനായത് മാത്രമല്ല, വിഷയമറിയാതെ സംസാരിക്കുകയാണോ? അല്ലേ? ചിലരങ്ങനെ ചിന്തിച്ചില്ലേ? വിഷയവും ഇത് തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാർഷിക മേഖലയെ നന്നാക്കാനെന്ന് പറഞ്ഞുകൊണ്ട് വന്ന കർഷക വിരുദ്ധമായി നിയമത്തെ കൃഷിക്കാർ സമരം ചെയ്ത് തോൽപ്പിച്ചതുപോലെ നമ്മൾ യഥാർത്ഥത്തിൽ സമരം ചെയ്ത് തോൽപ്പിക്കേണ്ട ഒന്നാണ് ഈ വിദ്യാഭ്യാസ നയം, പുതിയ വിദ്യാഭ്യാസ നയം. ബന്ധം മനസ്സിലായോ? അപ്പോൾ ബന്ധമുണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? വിദ്യാഭ്യാസ നയം മോഡി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. വിദ്യാഭ്യാസമൊക്കെ നന്നാക്കാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. കർഷക നിയമം പിൻവലിക്കുമ്പോൾ മോഡി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ഉടക്ക് വെച്ചിരുന്നു മോഡി നിയമം പിൻവലിക്കുമ്പോൾ. വെച്ചിരുന്നോ? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. കർഷക നിയമം ഇത് 3 ഞാൻ പിൻവലിക്കുകയാണ് എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ ആ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗത്തിൽ ഒരു ചെറിയ ഉടക്കുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തണം. ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ്. വിദ്യാഭ്യാസം നയം ചർച്ച ചെയ്യുമ്പോൾ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഞാൻ പങ്കെടുക്കുന്ന യോഗത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചയുണ്ട്. പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പ്രധാന കാര്യങ്ങൾ സദസ്സിലിരിക്കുന്നവരുമായിട്ടൊരു ചർച്ചയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നരേന്ദ്രമോദി 3 നിയമങ്ങൾ, കർഷക നിയമങ്ങൾ ശരി ഞാൻ പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തിൽ അപകടകരമായൊരു കാര്യം പറഞ്ഞു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സദസ്സിൽ വെച്ചത് പറഞ്ഞിനി തെറ്റി വല്ല പ്രശ്നം ഉണ്ടാവൂ എന്ന് കരുതി മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾക്കറിയാതെ എന്താ അത്? യഥാർത്ഥത്തിൽ ഇത് കർഷകർക്ക് ഗുണം ചെയ്യാൻ ഞാൻ കൊണ്ടുവന്നതാണെങ്കിലും കുറച്ച് കൃഷിക്കാർക്ക് അത് മനസ്സിലായില്ല. അവർ സമരം നടത്തി. അതുകൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ച് പിൻവലിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ശരിയാണോ ഈ പറഞ്ഞത്? ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഒരു യോഗത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആളൊരു സംശയം പോലെ ചോദിച്ചാൽ ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുക്കണ്ടേ ഇത്തരം കാര്യങ്ങൾ? അപ്പോൾ ദേശാഭിമാനി പത്രം നല്ല ശ്രദ്ധിച്ച് വായിക്കണം. ഇതെല്ലാം ഓർമ്മ വെക്കണം. ഓർമ്മ വെച്ചാലേ ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വലിയൊരു സമരമാണ്, ഒരു ആശയ സമരമാണ്. ആ ആശയ സമരം നടത്തേണ്ടത് ആരാ? ആനാവൂർ നാഗപ്പൻ സഖാവും രതീന്ദ്രൻ സഖാവും ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരും നിങ്ങളെ ഞങ്ങളിതങ്ങ് ഏൽപ്പിച്ചിരിക്കുക, നിങ്ങൾ ഈ സമരം നടത്തിക്കോ. അങ്ങനെയാണോ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല. നമ്മൾ ഓരോരുത്തരും പോരാളികളാണ്.
അപ്പം കവലയിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, മുറുക്കാൻ കടയിൽ നിൽക്കുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ, സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച വരുമ്പോൾ നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കി വെക്കണം. ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നവരാണ്. ഞാനിങ്ങനെ നിങ്ങൾ പറയുന്നൊക്കെ പറയുമ്പോൾ കയറി പറഞ്ഞിനി വല്ല പ്രശ്നവും ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൊണ്ട് പറയാത്തതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസ നയം അത് പുതിയതാണ്, ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താനുള്ളതാണ് എന്നെല്ലാമുള്ള കള്ളപ്രചാരവേല നരേന്ദ്രമോദിയും കൂട്ടരും നടത്തുന്നത് ഇതുപോലാണ്. ഈ കാർഷിക നിയമത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ കുറെ വാദങ്ങളുണ്ട്. അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടത് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന, പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന ഈ തട്ടിപ്പ്, ഈ വഞ്ചന, അതിൻ്റെ മുഴുവൻ അപകടത്തിലും ഈ നാടിനെ മുഴുവൻ ബോധ്യപ്പെടുത്താനുള്ള ചുമതല നമ്മൾ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കണം. ഇത് സംബന്ധിച്ച് SFI ലഘുലേഖകൾ ഇറക്കിയിട്ടുണ്ട്. അധ്യാപക സംഘടനകൾ, അത് കോളേജ് അധ്യാപക സംഘടനയും സ്കൂൾ അധ്യാപക സംഘടനയും വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതു സംബന്ധിച്ച വിമർശനങ്ങൾ അടങ്ങുന്ന ഒരു രേഖ പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ കത്തു സഹിതം പ്രധാനമന്ത്രിക്കും കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്കും, ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് തന്നെ നമുക്ക് ഓർക്കാൻ കഴിയാത്ത വിധമാണ് ഇന്ന് കാര്യങ്ങളുടെ കിടപ്പ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചില ആൾ. ഇവർക്കെല്ലാം അയച്ചിട്ടുണ്ട്. ഈ പുതിയ വിദ്യാഭ്യാസ നയമെന്ന് പറയുന്ന സംഭവത്തിൻ്റെ അപകടങ്ങൾ 3 മുഖ്യമായി. അതിലൊന്ന് ഇവിടെ സഖാവ് ഹരീന്ദ്രൻ ഞാൻ വരുമ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അമിത കേന്ദ്രീകരണം. ആ അമിത കേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വന്നത്. ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് അത് പെടുത്തിയിരിക്കുന്നതെന്നാണ് സഖാവ് ഇവിടെ പറഞ്ഞത്. കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ചുള്ള നിർവചനം പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണം നടത്താൻ അവകാശമുള്ള വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളതെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്, അല്ലേ? എന്നാൽ അതിൽ തന്നെ ഒരു തട്ടിപ്പുണ്ട്. ആ പറയുന്നതിൽ കുറച്ച് സത്യമുണ്ട്, എന്നാൽ തട്ടിപ്പുമുണ്ട്. എന്താ അത്? സത്യം സംസ്ഥാനങ്ങൾക്ക് നിയമസഭ വഴിയും കേന്ദ്ര ഗവൺമെന്റിന് പാർലമെന്റ് വഴിയും കൺകറന്റ് ലിസ്റ്റ്, അതിന് സമവർത്തി പട്ടിക, ഉഭയപ്പട്ടിക എന്നൊക്കെ പറഞ്ഞ് പല പരിഭാഷയുണ്ട്. അതുമാകട്ടെ, ഭരണഘടനയിൽ രാജ്യത്തിലെ നിയമനിർമ്മാണം ആവശ്യമുള്ള വിഷയങ്ങളെ 3 തരംതിരിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന് മാത്രം അധികാരമുള്ളവ, കേന്ദ്രത്തിന് മാത്രം അധികാരമുള്ളവ, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരമുള്ളവ. ആ സമവർത്തി പട്ടിക അഥവാ കൺകറന്റ് ലിസ്റ്റിനകത്ത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അവകാശമുണ്ടെന്ന് പറയുന്നതിനുള്ള ഒരു ഉടക്ക് എന്താ? കേന്ദ്രം പാസാക്കിയ നിയമവും അതേ വിഷയത്തിൽ സംസ്ഥാനം പാസാക്കിയ നിയമവും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ സംസ്ഥാനം പാസാക്കിയത് അസാധു, കേന്ദ്രം പാസാക്കിയതേ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അന്തിമ വിശകലനത്തിൽ
ഈ സമവർത്തി പട്ടിക അഥവാ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺകെട്ട് ലിസ്റ്റാണ്. കേന്ദ്രത്തിനാണ് അവിടെയും അധികാരം. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ വിദ്യാഭ്യാസം എവിടായിരുന്നു? സംസ്ഥാന പട്ടികയിലായിരുന്നു. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന സ്വേച്ഛാധിപത്യ ഭീകരതയുടെ നാളുകളിലാണ് സംസ്ഥാന പട്ടികയിൽ നിന്നും വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ മോഡി ഭരണത്തിന് കീഴിൽ ഫലത്തിൽ സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് മേലുള്ള അധികാരങ്ങൾ മുഴുവൻ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ, പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇതാണ്. അങ്ങനെ കടുപ്പിച്ച് പറഞ്ഞാൽ അതിന് തെളിവ് തരണം എന്നൊരാൾക്ക് ആവശ്യപ്പെടാം. തെളിവ് എന്ന തരത്തിൽ ഒന്നാമതായി നിർദ്ദേശിക്കാനുള്ളത്, പ്രധാനപ്പെട്ട പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെല്ലാം വിദ്യാർത്ഥി പ്രവേശനത്തിന്, മെഡിക്കൽ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒക്കെയുള്ള, IITകളിലൊക്കെയുള്ള പ്രവേശനത്തിന് ഓരോ മേഖലയിൽ സംസ്ഥാനങ്ങൾ പൊതുപ്രവേശന പരീക്ഷ നടത്തി പ്രവേശനം കൊടുക്കുന്ന സമ്പ്രദായം അറുതി വരുത്തി ഇല്ലാതാക്കിക്കൊണ്ട് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നടത്തുന്ന മത്സര പരീക്ഷകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിന് കീഴിൽ നടക്കുന്ന പ്രവേശന പരീക്ഷകൾ ആ പ്രവേശന പരീക്ഷകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി തമിഴ്നാട് സംസ്ഥാനമെല്ലാം വളരെ ശക്തമായി ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു സംസ്ഥാനത്ത് അവിടുത്തെ സാഹചര്യമനുസരിച്ച് സംവരണത്തിന് അവകാശമുള്ള വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കാൻ, പ്രത്യേക സാഹചര്യത്തിൽ സംവരണം സാമുദായിക അടിസ്ഥാനത്തിലുള്ള സംവരണം മാത്രമല്ല, സംസ്ഥാനങ്ങളിലും അഖിലേന്ത്യാ തലത്തിലും നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചുകൊണ്ട് അവഗണിക്കപ്പെടുന്നു എന്ന് തെളിവുള്ള വിഭാഗങ്ങൾക്ക് പരിഗണന കൊടുക്കാൻ വേണ്ടി പ്രവേശന സമ്പ്രദായം ക്രമീകരിക്കുന്ന രീതിയുണ്ട്. ഡൽഹിയിലെ പ്രശസ്തമായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇത് സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ്? ജനറൽ മെറിറ്റിനോടൊപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള മെറിറ്റിനൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഓരോ സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് പല ആനുകൂല്യങ്ങളുമുണ്ട്. പഠനത്തിന് സൗകര്യങ്ങൾ കൂടുതലായിരിക്കും. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലോ പഠനത്തിന് ഈ സൗകര്യങ്ങൾ ഉണ്ടാവില്ല. കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാര്യം കേരളത്തിൽ നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനല്ല. ചുരുക്കി പറയാം, ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ പിന്തുടർന്ന പലതരത്തിലുള്ള പിന്നോക്കാവസ്ഥയിൽപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന, അത് ജാതീയവും സാമുദായികവുമായ പിന്നോക്കാവസ്ഥ മാത്രമല്ല, പ്രാദേശികമായ പിന്നോക്കാവസ്ഥ, ഗ്രാമപരിസരം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അങ്ങനെയുള്ളിടങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പ്രവേശനത്തിന് അവസരം കൊടുക്കുന്ന സംവിധാനം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. ഇപ്പോൾ RSSകാരനായ ഒരു വൈസ് ചാൻസലർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി
വന്നുകൊണ്ട് ജനാധിപത്യപരമായ ചർച്ചയിലൂടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്ന ഈ ശാസ്ത്രീയമായ പ്രവേശന സമ്പ്രദായം അത് താറുമാറാക്കിയിരിക്കുകയാണ്. ആ മാതൃകയിൽ അഖിലേന്ത്യാടിസ്ഥാനത്തുള്ള പ്രവേശന പരീക്ഷകളിലെല്ലാം നഗര കേന്ദ്രങ്ങളിൽ നിന്ന് മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ IIT-യിലേക്കോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്കോ ഒക്കെ പ്രവേശനത്തിന് പരിശ്രമിക്കുന്ന താരതമ്യേന സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ, വരേണ്യ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ, ഉയർന്ന ഇടത്തരക്കാരുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മുൻഗണന കിട്ടുന്ന സാഹചര്യം ഈ പുതിയ വിദ്യാഭ്യാസ നയം, മോഡിയുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വരാൻ പോവുകയാണ്. അപ്പം ഒരു ഉദാഹരണമായിട്ട് ഞാനിത് പറഞ്ഞതാണ്. വളരെ വേഗം നമുക്ക് എല്ലാ വിശദാംശങ്ങളിലേക്കും കിടക്കാതെ പോകേണ്ടി വരും. കാരണം ഇതിന് ഉദാഹരണത്തിന് നമ്മുടെ അംഗനവാടികളുടെ പ്രവർത്തനമാകെ അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ്. അതാണ് താഴെയും തുടങ്ങാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശന പരീക്ഷയിലൂടെ പിന്നോക്ക പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രവേശനം കിട്ടാനുള്ള സാധ്യത കുറയുമെന്ന് നമ്മൾ കണ്ടു. നേരെ നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ, ഇവ 3-4 വയസ്സ് മുതൽ കളിച്ചു പഠിക്കാൻ വേണ്ടി നമ്മൾ അംഗനവാടികളിൽ അയക്കും കുഞ്ഞുങ്ങളെ, അല്ലേ? 5.5 വയസ്സ് വരെ 6 വയസ്സ് വരെ അംഗനവാടികളിൽ പോയിട്ടാണ് 6 വയസ്സിൽ 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ, മോഡിയുടെ വിദ്യാഭ്യാസ നയത്തിൽ ഒറ്റ നോട്ടത്തിൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. എന്താണ്? 6 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വം എന്ന സ്ഥാനത്ത് 3 വയസ്സ് മുതലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഈ പദ്ധതി. അത് കൊള്ളാമല്ലോ എന്ന് തോന്നും. അതാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ദുഷ്ടബുദ്ധി. ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പറയുന്നത് ആൾട്ടർനേറ്റ് മോഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് വിദ്യാഭ്യാസ പദ്ധതിയിൽ. അതിപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലും ഒക്കെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിന് പുറമേയുള്ള ചില വിദ്യാഭ്യാസ സംവിധാനം കൂടി നരേന്ദ്രമോദിയുടെ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ നിലവിൽ വരേണ്ടതുണ്ട്. എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഈ 3-ാം വയസ്സ് മുതലുള്ള വിദ്യാഭ്യാസത്തിനും ബാധകമാവും. RSSന് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ വലിയൊരു ശൃംഖലയുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ RSSന്റെ വിദ്യാഭ്യാസ ശൃംഖലയ്ക്ക് കൈമാറാനുള്ള പദ്ധതിയാണ് ആൾട്ടർനേറ്റ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ, ബദൽ വിദ്യാഭ്യാസ ക്രമീകരണങ്ങൾ എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് 3-ാം ക്ലാസ് വരെ, 3-ാം വയസ്സ് മുതൽ തുടങ്ങുന്നതിന് ഇന്നിപ്പോൾ അങ്കണവാടികളുണ്ട്. ചില സ്കൂളുകളിൽ സ്കൂളിൻ്റെ ഭാഗമായിട്ട് നഴ്സറികൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്ത് ഇവിടെയും RSSന്റെ വിദ്യാഭ്യാസ സംവിധാനമുണ്ട്. പക്ഷേ RSS ലക്ഷ്യം വെക്കുന്നത് മുഖ്യമായും ഇന്ത്യയിലെ ഈ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളെ ഒഴിവാക്കി വലിയ തോതിൽ കേരളത്തിൽ RSSന്റെ പദ്ധതി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കിപ്പോഴും വിശ്വാസം പോരാ. ഇന്ത്യൻ സമൂഹത്തിൻ്റെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ഭാവിയിൽ ഏറ്റവും നിർണായകമായി ഇടപെടാൻ RSSും BJPയും പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് അതിവിസ്തൃതമായ ഹിന്ദി മേഖലയെയാണ്.
ആ ഹിന്ദി മേഖലകളിലെല്ലാം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കളി പഠന പദ്ധതി, കളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ പലതും പഠിക്കുന്ന ആ പ്രായത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ RSSന്റെ പദ്ധതിയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന കൃത്യമായ കർമ്മ പരിപാടി മോഡിയുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിനുള്ളിലുണ്ട്. ഘടനാപരമായി 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസം എന്നിവർ പറയുമ്പോൾ വേറെ ഒരു വലിയ ചതി അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. CPIMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഇടപെടൽ കൊണ്ടുകൂടി UPA ഗവൺമെന്റിന്റെ കാലത്ത് 2009 ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട പാർലമെന്റ് പാസാക്കിയ 14 വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്ന പദ്ധതി, ആ പദ്ധതി കൊണ്ടുവന്ന നിയമത്തിന്റെ പേരെന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലേ? ഇതൊക്കെ ഓർത്തു വെക്കണം. വിദ്യാഭ്യാസ അവകാശ നിയമം. ആ നിയമം ഫലത്തിൽ നരേന്ദ്രമോദി ഈ പുതിയ പദ്ധതിയിലൂടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇനി +2 പാസ്സായി കഴിഞ്ഞാലുള്ള വിദ്യാഭ്യാസം, അവിടെ ചിലർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു വാഗ്ദാനം ഇവർ നടത്തിയിരിക്കുകയാണ്. എന്താ ഇവർ പറയുന്നത്? BA ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. 4 വർഷത്തെ പഠന പദ്ധതിയാണ്. BA BSc നമ്മളെല്ലാം പഠിച്ചത് എത്ര വർഷമാണ്? 3 വർഷം. ആ 3 വർഷ പദ്ധതി ഉള്ളപ്പോൾ തന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ BA ഓണേഴ്സ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ BA ഓണേഴ്സ് ഉണ്ടായിരുന്നു. മോഡിയുടെ പുതിയ പദ്ധതി പ്രകാരം +2 കഴിഞ്ഞാൽ പിന്നെ BA ഓണേഴ്സാണ്. BA ഓണേഴ്സ് എന്നല്ല തന്നെ അവർ പേരിട്ടിരിക്കുന്നത്. 4 വർഷ ബിരുദ പദ്ധതി. ആ 4 വർഷ ബിരുദ പദ്ധതി വരുന്നതോടുകൂടി 1 വർഷ MPhil ഇപ്പൊ നിലവിലുണ്ട്. ആ MPhil നിർത്തലാക്കുകയാണ്. ഇനി MPhil ഉണ്ടാവില്ല. അപ്പൊ 4 വർഷ ബിരുദം കഴിഞ്ഞാൽ PhDക്ക് ചേരാം, അത് ജയിക്കുന്നവർക്ക്. എന്നാൽ ഈ 4 വർഷ ബിരുദ പദ്ധതി പറയുമ്പോൾ തന്നെ ആദ്യത്തെ വർഷം പഠിത്തം കഴിയുമ്പോൾ തുടരാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് അവിടെ അത് ഉപേക്ഷിക്കാം. അപ്പൊ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. 2 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് പഠനം തുടരണ്ട എന്ന് തീരുമാനിക്കുന്നവർക്ക് തുടരണ്ട, അവർക്കൊരു ഡിപ്ലോമ കൊടുക്കും, സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ ഓരോ വർഷവും കഴിയുമ്പോൾ പഠനം തുടരാതെ പഠനം അവസാനിപ്പിച്ച് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ് ഈ പഠനം ക്രമീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അംബാനിമാർക്കും അദാനിമാർക്കുമെല്ലാം വ്യത്യസ്ത തോതിലുള്ള പരിശീലനം കിട്ടിയ ജോലിക്കാരെ ആവശ്യമുണ്ട്. അവരെ സപ്ലൈ ചെയ്യുന്ന, അവരെ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ 4 വർഷ ബിരുദ കോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവേശനത്തിന് അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രവേശന പരീക്ഷയും വിഭാവനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രവേശന പരീക്ഷ കോഴ്സുകൾ നടത്തുന്ന വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് കുശാലായിരിക്കും. ഇത് മാത്രമല്ല, 3, 5, 8, 10, 12 വർഷങ്ങളിൽ പരീക്ഷയുണ്ട്. 10, 12 വർഷങ്ങളിൽ ബോർഡ് എക്സാമിനേഷൻ അഖിലേന്ത്യാ തലത്തിൽ. 3, 5, 8 ഘട്ടങ്ങളിൽ
കേന്ദ്രത്തിൻ്റെ മേൽനോട്ടത്തിന് കീഴിൽ പരീക്ഷ നടത്താനുള്ള സംവിധാനം. അപ്പോൾ പരീക്ഷകളുടെ ഒരു പെരുമഴയാണ് മോഡിയുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലുള്ളത്. ഇനി ഇതിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ RSS അജണ്ട നടപ്പാക്കാനുള്ള ലക്ഷ്യവും ഈ പുതിയ മോഡിയുടെ വിദ്യാഭ്യാസ നയത്തിലുണ്ട്. അമിത കേന്ദ്രീകരണം, ഇംഗ്ലീഷിലെ ABC എന്ന അക്ഷരം 3 തവണ വരുന്നതാണ് ഈ മോഡിയുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. ഒന്ന് പറഞ്ഞു കഴിഞ്ഞു, സെൻട്രലൈസേഷൻ. RSSന്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണലൈസേഷൻ എന്നാണ്. രണ്ടായി. പിന്നെ മൂന്നാമത്തെ എന്താണ്? കമേഴ്സ്യലൈസേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ വാണിജ്യവൽക്കരണം. ഗവൺമെന്റ് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും വിദ്യാഭ്യാസത്തെ പണം മുടക്കി ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു കച്ചവട മേഖലയാക്കി മാറ്റുകയും ചെയ്യുകയാണ് മോഡിയുടെ പുതിയ വിദ്യാഭ്യാസ നയം. ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസം വലിയ തോതിൽ കച്ചവട മേഖലയാണ്. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഇന്ന് ഇന്ത്യയിൽ ബിരുദതലത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ 66% സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് പഠിക്കുന്നത്. എത്രയാണ്? 66%. ഇത് ബിരുദതലത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഏതാണ്ട് 80% സ്വകാര്യ മേഖലയാണ്. ആ സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ സ്വകാര്യ എയ്ഡഡ് വളരെ കുറവാണ്, സ്വകാര്യ അൺഎയ്ഡഡ് കൂടുതൽ. അപ്പോൾ ഇപ്പോൾ തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗം കൂടുതൽ സ്വകാര്യവൽക്കരിക്കുന്ന നയം ഇന്ത്യയിലെ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് പുറമേ വിദേശ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് കൂടി ഇന്ത്യയിലേക്ക് വരാൻ വാതിൽ തുറന്നിടുന്ന നയം. അതാണ് നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളെ അപ്രസക്തമാക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം ഈ ബിരുദ പഠനത്തിനും പൊതുപ്രവേശന പരീക്ഷ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലും നടത്തുക എന്നുള്ളത്. സംസ്ഥാന സർവകലാശാലകൾക്ക് ഇതിന്മേലുള്ള അധികാരം തന്നെ വൻതോതിൽ വെട്ടിക്കുറയ്ക്കുന്ന അമിത കേന്ദ്രീകരണം. ഇന്ന് ഗവേഷണം നടത്താൻ വിഷയം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? PhDക്ക് മിടുക്കികളും മിടുക്കന്മാരുമായ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയവർ അധ്യാപകരുടെ കൂട്ടത്തിൽ എൻ്റെ ഗൈഡായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് ആഗ്രഹമുള്ള കഴിവുറ്റ ഒരു പ്രൊഫസർ, ആ പ്രൊഫസറെ കണ്ടെത്തി പ്രൊഫസറോട് പറയുന്നു, വൈലോപ്പള്ളി എന്ന കവി മലയാള കവിതയിൽ വരുത്തിയ പരിവർത്തനത്തിൻ്റെ മൗലിക സ്വഭാവ വിശേഷങ്ങൾ ഒരു വിഷയം. അങ്ങനെ ഒരു വിഷയം ഉദാഹരണത്തിന് സാഹിത്യത്തിൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ശാസ്ത്രത്തിലാകാം, ഫിലോസഫിയിലാകാം, അല്ലേ? അപ്പൊ ഗൈഡ് പറയുന്നു, അതിൻ്റെ ശീർഷകം ഇതല്ല, ഞാൻ കുറച്ചും കൂടെ നന്നാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഗൈഡ്, അതാണ് ഗൈഡിൻ്റെ ജോലി. ഇങ്ങനെയാകട്ടെ നിങ്ങളുടെ പഠന വിഷയം
തീരുമാനിക്കുന്നു, യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യുന്നു, ഗവേഷണം പുരോഗമിക്കുന്നു, പ്രബന്ധം എഴുതുന്നു. ഇല്ലേ? മോഡിയുടെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഇനി അത് നടക്കില്ല. അത് നടക്കില്ല. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വരികയാണ്. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓരോ സർവകലാശാലയിലും ഗവേഷണം നടത്തേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ അവർ തീരുമാനിക്കും ഇത് ഗവേഷണം നടത്തേണ്ട ഒരു വിഷയമാണോ അല്ലയോ എന്ന്. എന്നിട്ട് അവർ പറയേ വൈലോപ്പള്ളി കവിതയൊന്നും നിങ്ങൾ നടത്തണ്ട. ഗോൾവൾക്കർ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ പറഞ്ഞു വന്നവർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ അംഗീകാരം കിട്ടിയിട്ടേ ഗവേഷണം നടക്കുമെന്ന് വരുമ്പോൾ അങ്ങനെ പോയെന്ന് വരും. ഇത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകരമായ വിധത്തിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ RSS അജണ്ടയനുസരിച്ച് ഉടച്ചു വാർക്കാനുള്ള ഒരു ഭീകര പദ്ധതിയാണ് നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസം. ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് കേട്ടപ്പോഴെങ്കിലും സംശയരഹിതമായ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. RSSകാരുടെ സരസ്വതി മന്ദിർ, ശശി വിഹാർ എന്നൊക്കെ പറഞ്ഞുള്ള പേരുകളിലുള്ള വിദ്യാഭ്യാസ ശൃംഖല ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ പിടിമുറുക്കാൻ പോവുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല തെളിവ് വിദ്യാഭ്യാസത്തിലുള്ള നിക്ഷേപവുമായി ബന്ധപ്പെട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. നരേന്ദ്രമോദി അവതരിപ്പിക്കുന്ന ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ നമ്മുടെ വിമർശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇത് ഓവർ സെൻട്രലൈസേഷനാണ്, കമേഴ്സ്യലൈസേഷനാണ്, കമ്മ്യൂണലൈസേഷനാണ് എന്നതൊരു ഭാഗമാണ്. അമിത കേന്ദ്രീകരണം, ഉള്ളടക്കത്തെ വർഗീയവൽക്കരിക്കൽ, വിദ്യാഭ്യാസത്തെ ആകെ കച്ചവടവൽക്കരിക്കൽ. നമ്മൾ ഒപ്പം ചോദിക്കുന്നു, നിങ്ങൾ ഈ വലിയ വലിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ. 3 വയസ്സ് വരെ വിദ്യാഭ്യാസം തുടങ്ങും, 18 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ നോക്കും. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്നൊരു സംഭവമുണ്ട്. അത് ഈ ഘട്ടത്തിലാണ് പറയേണ്ടത്. എന്താ അത്? കോളേജിൽ പഠിക്കേണ്ട പ്രായത്തിൽപ്പെട്ട 18 മുതൽ 23 വരെ വയസ്സിൽപ്പെട്ട എത്ര ശതമാനം പേർ കോളേജിൽ പഠിക്കുന്നു എന്നുള്ള കണക്കിനാണ് ഈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, GER എന്ന് പറയും വിദ്യാഭ്യാസ ചർച്ചയിൽ. അത് ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലാണ്. കേരളമാണ് അതിനകത്ത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. ഇന്ത്യയിൽ GER 2035 50% എന്ന വലിയൊരു ലക്ഷ്യവും ഈ മോഡിയുടെ തട്ടിപ്പ് വിദ്യാഭ്യാസ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, ഈ പറയുന്നതൊക്കെ ചെയ്യാൻ ഗവൺമെന്റ് എന്തെങ്കിലും പങ്ക് വഹിക്കുമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമാണ് ഈ പറയുന്നത്. പിന്നെന്ത് ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ തുട്ട് വേണ്ടേ? അല്ലേ? പണം വേണ്ടേ? ഗവൺമെന്റ് എന്താ പണം നീക്കി വെക്കുന്നത്? 1965 സമർപ്പിക്കപ്പെട്ട ഒരു വലിയ വിദ്യാഭ്യാസ റിപ്പോർട്ടുണ്ട്. എന്താ അതിൻ്റെ പേര്? കോത്താരി കമ്മീഷൻ റിപ്പോർട്ട്. ആ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ ആവശ്യപ്പെടുന്നതാണ് GDPയുടെ മൊത്തം ആഭ്യന്തര
ഉൽപാദനത്തിൻ്റെ 6% വിദ്യാഭ്യാസത്തിന് നീക്കി വെക്കണം. കാരണം വിദ്യാഭ്യാസമാണ് ഈ നാടിനെ നിർമ്മിക്കുന്നത്, അല്ലേ? വിദ്യാഭ്യാസത്തിലൂടെയാണ്, വിദ്യാഭ്യാസ പുരോഗതിയിലൂടെയാണ് ഒരു സമൂഹത്തിലെ മനുഷ്യരുടെ വളർച്ച, ആ സമൂഹത്തിൻ്റെ ആകെ വളർച്ച. പക്ഷെ എന്താ നമ്മുടെ രാജ്യത്തെ ഈ അടുത്ത കാലത്തെ സ്ഥിതി? നരേന്ദ്രമോദി ഗവൺമെന്റ് വരുമ്പോൾ GDP-യുടെ 1% പോലുമില്ല. 0.71%. എന്താ മോളുടെ പേര്? ഉറക്കരം പറ. അപ്പൂപ്പിന് ചെവി കേൾക്കലില്ല, ചെവി പൊട്ടനാണ്. നീരദ അല്ലേ? മനോഹരമായ പേരാണ്. അപ്പൊ നീരദ മോള് പറഞ്ഞേ, നരേന്ദ്രമോദി വരുമ്പോ GDP-യുടെ 0.71% വിദ്യാഭ്യാസത്തിന് നീക്കിവെച്ചത് കേന്ദ്ര ഗവൺമെന്റ്, അല്ലേ? മനസ്സിലായല്ലോ മോൾക്ക്? അത് ഇപ്പൊ എൻ്റെ അടുത്ത് 2 വർഷം മുമ്പത്തെ കണക്ക് വരെയുള്ളൂ. 2018-19 ഇത് 0.45 ആയി കുറഞ്ഞു. കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്കുള്ള വർഷങ്ങളിലേക്ക് കണക്ക് എൻ്റെ അടുത്തുണ്ട്. നിങ്ങളോടുള്ള ദയാവായ്പ കൊണ്ട് ആ കണക്കെല്ലാം പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിക്കുന്നില്ല. ഈ മോഡിയുടെ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ GDP-യുടെ 6% നീക്കി വെക്കുമോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിന്റെ ഉള്ളടക്കത്തിലുള്ള അപകടം മുഴുവൻ നമ്മൾ കണ്ടു. ഇല്ല. മോഡിയുടെ പദ്ധതി എന്താ? സ്വകാര്യ സംരംഭകർ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയിൽ പങ്കുവഹിക്കണമെന്നാണ്. വസന്തകുമാർ സാംബശിവനാണോ അവിടെ ഇരിക്കുന്നത്? ഇനി കഥാപ്രസംഗം നടത്തും ഇവിടെ. അതിശരി. ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പം എൻ്റെ കാഴ്ചശക്തിക്ക് വലിയ കുഴപ്പമില്ല, കണ്ടിട്ട് മനസ്സിലായി. നമ്മുടെ കേരളത്തിൻ്റെ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ സംഭാവന നൽകിയയാളാണ് സഖാവ് വി സാംബശിവൻ. അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങൾ വലിയ പഠന ക്ലാസ്സുകളായിരുന്നു. ഞാൻ ഒരുപാട് ഉത്സവപ്പറമ്പുകളിലൊക്കെ പോയിരുന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അതുപോലെ തന്നെ പ്രഗത്ഭനായിട്ട് വളർന്നു വന്നിരിക്കുകയാണ്, പ്രൊഫസർ വസന്തകുമാർ സാംബശിവൻ. അപ്പോൾ അദ്ദേഹം ഈ ഇവിടെ വന്നിരുന്നതിൻ്റെ അർത്ഥം ഞങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, അതുകൂടെ കണക്കിലെടുത്തിട്ട് മതി വിഷയത്തെ കൈകാര്യം ചെയ്യലെന്നുള്ളൊരു ഗൂഢ സന്ദേശമാണ് ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് തന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വർഗീയമായ വിഷലിപ്തമായ പുതിയ വിദ്യാഭ്യാസ പദ്ധതി അത് നടപ്പാക്കാൻ നരേന്ദ്രമോദി ഏൽപ്പിക്കുന്നത് ഇന്ത്യയിലെ വൻകിട കുത്തകകളെയാണ്. BJP-യൊക്കെ അനുകൂലിക്കുന്ന നരേന്ദ്രമോദി ആരാധകരായ ചിലർ ചിലപ്പോൾ ചിന്തിക്കും, ഇയാൾക്കിങ്ങനെ മൈക്ക് കിട്ടിയത് കൊണ്ട് എല്ലാം പറയുകയാണ്, കുത്തകകളെല്ലാം ഏൽപ്പിക്കുകയാണ്, വല്ല തെളിവുണ്ടോ എന്നൊക്കെയുള്ള സംശയം വേണേൽ ചിലർക്ക് ചോദിക്കാം. ഒരു തെളിവ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ തെളിവ് വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പം ഒരു തീരുമാനം കൈക്കൊണ്ടു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് പത്രത്തിലൊക്കെ വന്നിരുന്നു. നീരദ മോൾ ഓർക്കുന്നുണ്ടോ? അത് നീരദ മോൾ ഓർക്കാൻ സാധ്യതയില്ല. കാര്യം ഇത് 3-4 വർഷം മുമ്പാണ്. അവ കൊച്ചുകുട്ടിയായിട്ട് ഇങ്ങനെ വീട്ടിൽ കളിച്ച് നടക്കുകയായിരുന്നു. അന്ന് വായിച്ച ഓർമ്മയുള്ളവർക്കെല്ലാം ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് പിടികിട്ടി കഴിഞ്ഞു. എന്താ? വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത പട്ടിക വന്നപ്പോൾ ഞെട്ടിപ്പോയി. എന്താ കാര്യം? അക്കൂട്ടത്തിൽ IIT അല്ല കേട്ടോ, IIT വേറെയാണ്. ഞാൻ കുട്ടിക്കാലത്ത് ഇത് തെറ്റിദ്ധരിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് CV രാമനെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളതുണ്ട്. അക്കൂട്ടത്തിലൊരു സ്ഥാപനം. ആരുടെ സ്ഥാപനം?
അംബാനിയുടെ സ്ഥാപനം, അത് സ്വകാര്യ സർവകലാശാലയാണ്, അതിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ മോഡി ഭക്തന്മാർ ചോദിക്കും, അതിനെ ഉൾപ്പെടുത്തിയതിനെ നിങ്ങളെന്തിനാ വഴക്കുണ്ടാക്കുന്നത്? സ്വകാര്യ സർവകലാശാല ലോക നിലവാരത്തിലുള്ളതാണെങ്കിൽ അതിനെ ഉൾപ്പെടുത്തുന്നുണ്ട്, കുഴപ്പമുണ്ടോ? പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ അംബാനിയുടെ സർവകലാശാല അതിന് 5 സെന്റ് സ്ഥലം പോലും വാങ്ങിച്ചിട്ടില്ല. ആ സർവകലാശാലയ്ക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി 2 ചുടുകട്ട പോലും ഇറക്കിയിട്ടില്ല. വെറും സങ്കല്പത്തിലുള്ള അംബാനി പുത്രന്റെ സർവകലാശാലയാണ് എന്നെങ്കിലും നിർമ്മിക്കാൻ പോകുന്ന സർവകലാശാല. അതിന് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ? ലോക സർവകലാശാല പദവി. അപ്പം നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ പദ്ധതി എത്രമാത്രം സമ്പന്ന അനുകൂലമാണ്, കുത്തകകൾക്ക് അനുകൂലമാണ്, കുത്തകകൾക്ക് വിധേയമാണ് എന്നതിന് വേറെ വല്ല തെളിവ് ആവശ്യമുണ്ടോ? വേറെ യാതൊരു തെളിവും ആവശ്യമില്ല. ചുരുക്കത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ അതിൻ്റെ ഇതുവരെയുള്ള ചില ചെറിയ നേട്ടങ്ങളുണ്ട്. കാരണം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലൂടെ നിലവിൽ വന്ന ഒരു പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം പ്രധാനമന്ത്രി പദവി വഹിച്ചിരുന്ന നാളുകളിൽ ഒരുപാട് കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ശാസ്ത്ര സമൂഹം, ശക്തമായൊരു പൊതുമേഖല, നിലവാരമുള്ള ചില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം വളർത്തിയെടുക്കാൻ ചില പങ്ക് പണ്ഡിറ്റ് നെഹ്റു വഹിച്ചിട്ടുണ്ട്. നമ്മൾ അന്നും വിമർശിച്ചിട്ടുണ്ട്, ഇന്നും നമുക്ക് വിമർശനമുണ്ട്. പക്ഷെ വിമർശനമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്തെങ്കിലും താരതമ്യേന അംഗീകരിക്കാവുന്ന നല്ല കാര്യങ്ങൾ ഭാഗികമായെങ്കിലും കുറവുകളോടുകൂടിയാണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കാതെയാണോ നാം വിമർശിക്കുക? അല്ല. ഇന്ത്യയിൽ IIT-കൾ സ്ഥാപിച്ചതിന് ഞാൻ പണ്ഡിറ്റ് നെഹ്റുവിനെ ആദരിക്കുകയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. ഇത് നിങ്ങൾ അമേരിക്കയിലെ സിലിക്കോൺ വാലിയിൽ ചെന്നാൽ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെയും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ശാസ്ത്ര ഗവേഷണങ്ങളുടെയും ഒക്കെ ഒരു പ്രധാന കേന്ദ്രമാണ് അമേരിക്കയിലെ സിലിക്കോൺ വാലി. ആ സിലിക്കോൺ വാലിയിൽ പൊതുവിൽ പറയപ്പെടുന്ന ഒരു കാര്യം, ആ സിലിക്കോൺ വാലിയിൽ ഏറ്റവും കൂടുതൽ കർമ്മോത്സുകമായി ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ 2 രാജ്യങ്ങൾ, ഒന്ന് ഇന്ത്യ, മറ്റൊന്ന് ചൈന. ഈ 2 രാജ്യങ്ങളിലെയും വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ച് പുറത്തു വന്ന എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധന്മാരുമാണ്. അങ്ങനൊരു സ്ഥിതി ഉണ്ടാക്കുന്നതിൽ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഈ IIT-കൾ സ്ഥാപിക്കാനുള്ള തീരുമാനം അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്തരം സ്ഥാപനങ്ങളെപ്പോലും സ്വകാര്യവൽക്കരിക്കുകയും IIT-കളെപ്പോലും RSS വൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് വളരെ വ്യത്യസ്തമായ മതേതര ജനാധിപത്യ ഇന്ത്യ എന്ന സങ്കല്പത്തെ തകിടം മറിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയെ ദുരുപയോഗപ്പെടുത്താനുള്ള നീചമായ ഒരു പദ്ധതി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി അട്ടിമറിക്കപ്പെടും എന്നുള്ള ആപത്തുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വികലമായ അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതി. അതാണ് മോഡിയുടെ പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരം. കർഷകർ എങ്ങനെ ഒറ്റക്കെട്ടായ സമരത്തിലൂടെ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി എന്ന വ്യാജ വിശദീകരണത്തോടുകൂടി അവതരിപ്പിച്ച യഥാർത്ഥത്തിൽ കർഷക വിരുദ്ധമായ നിയമങ്ങൾ അത് പിൻവലിപ്പിക്കുന്നതിൽ കർഷക സമരം എങ്ങനെ വിജയിച്ചുവോ അതുപോലുള്ള ഒരു സമരം ഈ മോഡിയുടെ വിദ്യാഭ്യാസ വിരുദ്ധമായ മോഡി വിദ്യാഭ്യാസ നയത്തിനെതിരായും നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ട ആശയ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും
ഏർപ്പെടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തെ മുൻനിർത്തിയിട്ടുള്ള സെമിനാർ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായി പറഞ്ഞ് സഖാവ് വസന്തകുമാർ സാംബശിവന് തൻ്റെ കഥാപ്രസംഗം പതിവ് പോലെ വളരെ മികച്ച നിലയിൽ ഇവിടെ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അത് ആസ്വദിക്കാൻ നിങ്ങൾക്കെല്ലാം ആദ്യാവസാനം ഇവിടെ ഇരിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.